ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ +2 എക്കണോമിക്സ് ക്രിസ്മസ് എക്സാമിൻ്റെ ആൻസർ കീസാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 1 മാർക്കിൻ്റെ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ നിങ്ങൾക്ക് 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സാണ് പറയുന്നത്. ഇവിടെ മൊത്തം നിങ്ങൾ 4 ചോദ്യങ്ങൾക്കാണ് കൃത്യമായിട്ട് ഉത്തരം എഴുതേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? സ്റ്റേറ്റ് ദ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഇത് നമ്മൾ ഇതേ ചോദ്യം തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പഠിച്ചു പോയവർക്ക് വളരെ ഹാപ്പി ആയിരിക്കും. എന്തായിരുന്നു ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്കണോമിക്സിൽ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ഗുഡ് അല്ലെങ്കിൽ ഒരു സർവീസ് കൂടുതൽ മോർ ആൻഡ് മോർ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനോടുള്ള യൂട്ടിലിറ്റി കുറഞ്ഞു വരും. ഇതിനെ വിളിക്കുന്ന പേരാണ് മാർജിനൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എ ഗുഡ് ഓർ സർവീസ് ഡിക്ലൈൻ. അത് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. എപ്പോൾ? ആസ് മോർ ഓഫ് ഇറ്റ്സ് കൺസ്യൂംഡ് ബൈ എൻ ഇൻഡിവിജ്വൽ. ഒരാൾ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് കൂടുതൽ തവണ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യുക എന്ന് പറയുന്ന ലോ ആണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ ഈ അർത്ഥം വരുന്ന രീതിയിൽ നിങ്ങളത് എഴുതിയിട്ടുണ്ടെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതാണ് വെൻ an individual uses a good or services more and more then the utility is getting decline. ഈ രീതിയിൽ നിങ്ങൾക്ക് ഓൺ വേർഡ്സിലും എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. റെഡി അല്ലേ? അടുത്ത ചോദ്യം, ലിസ്റ്റ് ഔട്ട് ദ സെക്ടേഴ്സ് ഓഫ് എ 4 സെക്ടർ മാക്രോ എക്കണോമിക് മോഡൽ. ഒരു 4 സെക്ടർ മാക്രോ എക്കണോമിക് മോഡലിലുള്ള സെക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഒരു 4 സെക്ടർ മാക്രോ എക്കണോമിക് മോഡലിലെ സെക്ടർ എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ഏതൊക്കെയാണ്? ഫോറിൻ സെക്ടർ, ബിസിനസ്, ഹൗസ് ഹോൾഡ്, ഗവൺമെൻറ്. ഇതൊക്കെയാണ് അതിൽ വരുന്നത്. ഏതൊക്കെയാണ്? ഫോറിൻ സെക്ടർ വരുന്നുണ്ട്, ഹൗസ് ഹോൾഡ് വരുന്നുണ്ട്, ബിസിനസ് വരുന്നുണ്ട്, ഗവൺമെൻറ്. ഇതൊക്കെയാണ് ഒരു 4 സെക്ടർ മോഡലിൽ വരുന്ന സെക്ടേഴ്സ്. ഫോറിൻ സെക്ടർ, ബിസിനസ്, ഹൗസ് ഹോൾഡ്, ഗവൺമെൻറ്. ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ 2 മാർക്ക് തീർച്ചയായും മുഴുവനായിട്ടും കിട്ടും. റെഡി? പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് വാല്യൂ ആഡഡ്. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് അവസാനം കിട്ടുന്നത് അല്ലേ? പിന്നെ ചോദിക്കുന്ന വാല്യൂ ആഡഡ് എന്ന് വെച്ചാൽ നിലവിലുള്ള പ്രൊഡക്റ്റിനോട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദിക്കുന്നത്. വാല്യൂ ഓഫ് ഔട്ട്പുട്ടും വാല്യൂ ആഡഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. ആ ഡിഫറൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ. എന്താണ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ? ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് വാല്യൂ ആഡഡ് ഈസ് കോൾഡ് ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ. ഓക്കെ, ആൻഡ് ദ ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വൈൽ ഇറ്റ് ഈസ് എക്സ്ക്ലൂഡഡ് ഫ്രം ദ വാല്യൂ ആഡ്. അപ്പോൾ നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് കൺസംഷൻ എന്നുള്ളൊരു രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അതിൻ്റെ മാർക്ക് കിട്ടും കേട്ടോ. പിന്നെ ചോദിച്ച വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് പ്രൈസും ഡിമാൻഡും സപ്ലൈയും തന്നിട്ട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? ഐഡൻറ്റിഫൈ ദ ഇക്വിലിബ്രിയം പ്രൈസ്. ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കാൻ. നമുക്കറിയാം ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന പ്രൈസാണ് എന്ത്? ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇവിടുത്തെ ഡിമാൻഡ് പ്രൈസ് 30 ആകുന്ന സമയത്തുള്ള ഡിമാൻഡ് എത്രയാണ് മക്കളെ? 8 ആണല്ലേ. സപ്ലൈയോ? അതും 8 ആണ്. അങ്ങനെ ഡിമാൻഡ് ഇസ് ഈക്വൽ ടു സപ്ലൈ. ഈ രീതി വരുന്നതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ആ ഇക്വിലിബ്രിയം പ്രൈസാണ് ഇവിടെ 30. അപ്പോൾ ഇവിടുത്തെ ഇക്വിലിബ്രിയം പ്രൈസ് എന്താണ്? ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന സമയത്തുള്ള പ്രൈസാണ് ഇക്വിലിബ്രിയം പ്രൈസ്. Equilibrium price is a price at which the demand and supply is equal. ഓക്കെ, അപ്പോൾ എന്താണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നതിൻ്റെ ഉത്തരം എന്താണ്? ദാറ്റ് ഈസ് 30 റുപ്പീസ്. 2, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്താണ്? ദാറ്റ് ഈസ് 8. ക്ലിയർ? അപ്പോൾ 8 ആണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് 80 ആണ്. ഇക്വിലിബ്രിയം പ്രൈസ് എത്രയാണ്? 30 ആണ്. റെഡി? അപ്പോൾ അവിടെ നമുക്കൊരു മാർക്കായി. അടുത്ത ചോദ്യം എന്താണ്? വേറൊരു സബ് ക്വസ്റ്റ്യനും കൂടി ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. എന്താണ്? വാട്ട് ഈസ് ഇക്വിലിബ്രിയം പ്രൈസ്? ഇപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസിനെ നമുക്ക് ഏത് രീതിയിൽ പറയാം? ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എ സ്റ്റേറ്റ് ഓഫ് പെർഫെക്റ്റ് എക്കണോമിക് ബാലൻസ് ഇൻ വിച്ച് ഡിമാൻഡ് ഈക്വൽ സപ്ലൈ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിമാൻഡും അതേപോലെ തന്നെ
സപ്ലൈയും ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന പോയിന്റില്ലേ, ആ പോയിന്റിലുള്ള പ്രൈസാണ് എന്ത് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മുഴുവൻ മാർക്കും കിട്ടുന്നതായിരിക്കും. റെഡിയല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഈ സെഷനിലെ അവസാനത്തെ ചോദ്യമാണ്. റൈറ്റ് ഡൗൺ എനി ടു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആവറേജ് പ്രൊഡക്റ്റ് എ പി ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ് എം പി. അപ്പോൾ എ പി എം പി ഇമ്പോർട്ടൻ്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ റിലേഷൻഷിപ്പ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് മക്കളെ എ പി എം പി നമ്മളെ റിലേഷൻഷിപ്പ്? വെൻ എം പി ഈസ് ഗ്രേറ്റർ ദാൻ എ പി റൈസസ്. അതായത് എം പി എ പിയേക്കാൾ വലുതായിരിക്കുന്ന സമയത്ത്, എം പി കർവ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, അതുപോലെ എ പി കർവും കാണാൻ പറ്റുന്നുണ്ടാവും. എം പി ഈസ് ഗ്രേറ്റർ ദാൻ എ പി എന്താവും? എ പി ഉയരാൻ വേണ്ടിയിട്ട് തുടങ്ങും. ദെൻ രണ്ടാമത്തത് എന്താണ്? വെൻ എം പി ഈസ് ലെസ് ദാൻ എ പി ഫേൾസ്. അതായത് എം പി എന്താണ് എ പിയേക്കാൾ ചെറുതാവുന്ന സമയത്ത് എ പി ഫോൾ ആവാൻ തുടങ്ങും. ആൻഡ് മറ്റൊരു ഡിഫറൻസ് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ റിലേഷൻ പറയുകയാണെങ്കിൽ, വെൻ എം പി ആൻഡ് എ പി ഈസ് ഈക്വൽ, എ പി ഈസ് അറ്റ് ഇറ്റ്സ് മാക്സിമം. അതായത് എ പിയും എം പിയും ഈക്വൽ ആവുന്ന സമയത്ത് എ പി എന്തായിരിക്കും? അതിൻ്റെ മാക്സിമത്തിലായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ റിലേഷൻഷിപ്പ് എഴുതിയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും? മാർക്ക് കിട്ടും. 2 റിലേഷൻഷിപ്പൊക്കെ എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ചോദ്യമായിരുന്നു 2 മാർക്കിന് വന്നിട്ടുണ്ടായിരുന്നത്. എളുപ്പമായിട്ട് തോന്നി, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിൽ കുറേ ചോദ്യമൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. റെഡിയല്ലേ? അപ്പം നമുക്കിനി 3 മാർക്കിൻ്റെ ചോദ്യങ്ങളായിട്ട് കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നല്ല മാർക്ക് തന്നെ എല്ലാവർക്കും കിട്ടട്ടെ. ഇനി മോഡൽ എക്സാം ഒക്കെ തകർത്ത് എഴുതാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, ഈസി ആയിരിക്കും, നല്ല മാർക്ക് കിട്ടും. A+ ലെവലിലോട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എത്താൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.